മലയാള സിനിമയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, മലയാള സിനിമയിൽ എന്നല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു നടിയാണ് കാർത്തിക. മലയാള സിനിമയിലൂടെയാണ് കാർത്തിക തെന്നിന്ത്യൻ സിനിമയിൽ എത്തിയത്. നായകൻ എന്ന മെഗാ ഹിറ്റ് കമൽ ചിത്രത്തിൽ കമലിൻ്റെ മകളായി വേഷമിട്ട കാർത്തികയെ തമിഴരും സ്വീകരിച്ചു. പക്ഷേ ചില പിഴവുകൾ, ചില ക്യാമറ പിഴവുകൾ അല്ലെങ്കിൽ ക്യാമറ ഒപ്പിയെടുത്ത ചില പിഴവുകൾ കാർത്തികയ്ക്കും സംഭവിച്ചു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തികയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ കാർത്തിക ടീം ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് ജോഡിയായിരുന്നു. താളവട്ടം അടക്കമുള്ള ചിത്രങ്ങൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടക്കമുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിലൊക്കെ മോഹൻലാൽ കാർത്തിക ടീം വെന്നിക്കൊടി പാറിച്ചു. കാർത്തികയും മോഹൻലാലും ഒരുമിച്ച ഒരു ചിത്രം അടിവേരുകളാണ്. അടിവേരുകളിൽ ഒരു ആനപ്പാപ്പാൻ്റെ വേഷമാണ് മോഹൻലാൽ. ഈ അടിവേരുകൾ എന്ന ചിത്രമാണ് കാർത്തികയെ ചതിച്ചത്. ഇപ്പോൾ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിവേരുകളിൽ ജീപ്പിൽ നിന്നിറങ്ങി തുടകൾ കാണിച്ച് മാത്രമല്ല, തുടകൾക്കുള്ളിലുള്ള ദൃശ്യങ്ങളും കാണിച്ച് പുറത്തിറങ്ങുന്ന കാർത്തികയാണ് കാണുന്നത്. അന്നത്തെ പ്രേക്ഷകർക്കിടയിൽ അത് വലിയ ഒരു വിസ്മയമായിരുന്നു. പ്രത്യേകിച്ചും നഗ്നത കാണിക്കാത്ത നടി നഗ്നത കാണിക്കുമ്പോൾ അതൊരു വിസ്മയമായി മാറും. സുമിത്രയും സുജാതയും അടക്കമുള്ള പല പല നടിമാർ അവർ നഗ്നത കാട്ടി അഭിനയിക്കുമ്പോൾ അതൊരു പ്രത്യേകതയായി മാറും. അത് സ്വാഭാവികം. കാരണം അവർ മൂടി പൊതിഞ്ഞ് അഭിനയിച്ചവരാണ്. പക്ഷെ പിന്നീട് അവർ നഗ്നത കാട്ടി അഭിനയിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ അവരായിട്ടല്ല, ഇത് ക്യാമറകൾ ചൂഷണം ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. ഈ വിജയശ്രീയുടെ പൊന്നാവരം കോട്ടയിലെ കുളിസീന്, ആ കുളിസീന് വിജയശ്രീ നേരത്തെ മുൻകൂട്ടി ചെയ്തതല്ല. ആ ക്യാമറ അവിടെ വെച്ച് ആ വെള്ളച്ചാട്ടത്തിൽ വെച്ച് വിജയശ്രീ അണിഞ്ഞിരുന്ന മുലക്കച്ച അഴിച്ചുകൊണ്ടങ്ങ് പോയി. വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയിൽ മുലക്കച്ച അഴിഞ്ഞു പോയി. ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു, അത് വെള്ളിത്തിരയിലെത്തിച്ചു. അതുപോലെ ഒരു സംഭവമാണ് അടിവേരുകൾ എന്ന ചിത്രത്തിൽ കാർത്തികയ്ക്ക് സംഭവിച്ചത്. കാർത്തിക ജീപ്പ് ഓടിച്ച് ജീപ്പിൽ വന്നിറങ്ങി ചാടി ഇറങ്ങുന്ന ഒരു സീനായിരുന്നു. ഈ ചാടി ഇറങ്ങുന്ന സീനിൽ വലിയ നഗ്നതാ പ്രദർശനത്തിന് സാധ്യതയില്ല എന്ന് ഏവർക്കും വ്യക്തം. പക്ഷേ ഈ ചാടി ഇറങ്ങുമ്പോൾ ആ ഒരു നിമിഷത്തിൽ കാർത്തികയുടെ മിടി മുകളിലോട്ടങ്ങ് ഉയർന്നു. കാർത്തികയുടെ തുടകൾ അനാവൃതമായി. കാർത്തികയുടെ പാൻറ്റീസും കണ്ടു പ്രേക്ഷകർ. പിൽക്കാലത്ത് പലരും, അന്ന് തലമുറയിൽപ്പെട്ട പലരും ഈ ഒരു രംഗത്തിൻ്റെ കാര്യം അനുസ്മരിച്ചിട്ടുണ്ട്. കാർത്തിക അറേഞ്ച് ചെയ്തതല്ല, പക്ഷേ ആ ഒരു രംഗം ആ സിനിമയിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രംഗം ആ സിനിമയിൽ ഉൾപ്പെടുത്തി. കാർത്തിക അതിനോട് പ്രതികരിച്ചതുമില്ല. പണ്ട് വിജയശ്രീക്ക് പറ്റിയതുപോലെ ഒരു ദുരന്തമൊന്നും കാർത്തികയ്ക്ക് പറ്റില്ല. കാരണം കാർത്തിക നന്നായി വിദ്യാഭ്യാസം നേടിയ നടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള നടിയാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ നിലനിൽക്കാൻ പറ്റും. അവർ സിനിമയെ കണ്ടത് അവരുടെ കരിയറിൻ്റെ ഒരു പാതയായി മാത്രമാണ്. അല്ലാതെ അവർ സിനിമയിലൂടെ ജീവിക്കണം എന്നൊരാഗ്രഹമൊന്നും അവർക്കില്ല. തിരുവനന്തപുരത്തുകാർക്കെല്ലാം കാർത്തികയെ അറിയാം. അവർ നല്ല സെറ്റിൽഡായ ഫാമിലിയിൽ നിന്ന് വന്നതാണ്, സമ്പത്തുള്ള ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അതൊക്കെയാണ് കഥകൾ. ഈ അടിവേരുകൾ എന്ന ചിത്രത്തിൻ്റെ ഒരു സീന് ചൂണ്ടിക്കാണിച്ച് കാർത്തികയെ കുറ്റം പറയുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് സജീവമായതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടെ എടുത്ത് പറഞ്ഞത്. കാർത്തികയെ കുറ്റം പറയേണ്ടവർ അറിയേണ്ടത്, കമൽഹാസൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ, ചേർത്ത് നിർത്താൻ പോയപ്പോൾ പ്രതിഷേധിച്ച വ്യക്തിയാണ് കാർത്തിക. അതിനുള്ള തൻ്റെ ഇടം അപൂർവം ചില നടിമാർക്കേ ഉള്ളൂ.